PSC പരീക്ഷകളിൽ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡേറ്റ് തന്നിട്ട് അത് ഏത് തീയതി ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിവിടെ തന്നിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 26/1/2024 റിപ്പബ്ലിക് ദിനം ഏത് ദിവസം ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇതിനാവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് മന്ത് കോഡ് അറിഞ്ഞിരിക്കണം. മന്ത് കോഡ് ഇവിടെ തന്നിട്ടുണ്ട് 144 025 036 146 കേട്ടോ. അപ്പോൾ ഓരോ ലെറ്റേഴ്സും ഓരോ അക്കങ്ങളും ഓരോ നമ്പേഴ്സും ഓരോ മാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ജനുവരി മാസം, 4 ഫെബ്രുവരി, അടുത്ത 4 മാർച്ച്, 0 ഏപ്രിൽ അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പം ഓരോ ലെറ്റേഴ്സും ഓരോ അക്കങ്ങളും എന്താണ് ഓരോ മാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം 144 025 036 146 കേട്ടോ മന്ത് കോഡ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് 12ന്റെ സ്ക്വയർ ആണ് 144, 5ന്റെ സ്ക്വയർ 025, 6ന്റെ സ്ക്വയർ 036, 146 ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ രീതിയിൽ ഓർത്ത് വയ്ക്കുക മന്ത് കോഡ് കേട്ടോ. അടുത്ത ആവശ്യമുള്ളതെന്ന് പറയുന്നത് സെഞ്ചുറി കോഡ് അറിഞ്ഞിരിക്കണം. സെഞ്ചുറി കോഡ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള വർഷം എന്ന് പറയുന്നത് 1600നും 1699നും ഇടയിലാണെങ്കിൽ 6 ആയിരിക്കും അവിടെ സെഞ്ചുറി കോഡായിട്ട് ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ 1700നും 1799നും ഇടയിലാണെങ്കിൽ 4 ആണ്. 1800നും 1899നും ഇടയിലാണെങ്കിൽ 2 ആണ്. 1900 1999 0, 2000 2099ന്റെ ഇടയിലാണെങ്കിൽ 6 സെഞ്ചുറി കോഡായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി ഈ തന്നിട്ടുള്ളത് നമ്മൾ ലാസ്റ്റ് പറയാം. ഇനി നമുക്ക് ആൻസർ എങ്ങനെ ചെയ്യാൻ നോക്കാം. 26/1/2024 എന്ന ഡേറ്റ് ആണ് തന്നിട്ടുള്ളത്. അതിൽ 26 ആദ്യം എടുത്തെഴുതുക. 26 പ്ലസ് ഇടുക. 26 അത് തന്നിട്ടുള്ള ഡേറ്റ് 26-ാം തീയതിയാണ്. ആ 26 അതേപോലെ എഴുതി പ്ലസ് ഇട്ടു. അതിനുശേഷം മാസം നോക്കുക. മാസത്തിന് നേരെയുള്ള കോഡ് നോക്കുക. മാസത്തിന് നേരെയുള്ള കോഡ് എന്ന് പറയുന്നത് ഒന്നാമത്തെ മാസം ജനുവരി മാസമാണ്. ആ ജനുവരി മാസത്തിന്റെ കോഡ് 1 ആണ്. അപ്പോൾ 1. അടുത്തത് 2024 സെഞ്ചുറി ആണ് അല്ലേ. 2000 സെഞ്ചുറി, 2000 to 2099 സെഞ്ചുറിയിലാണ്. അപ്പോൾ 6 സെഞ്ചുറി കോഡ്. അപ്പോൾ 6 എഴുതി പ്ലസ് 6. ഇനി നമ്മൾ നോക്കേണ്ടത് 2024 ഈ 24 ലാസ്റ്റത്തെ രണ്ടക്കം 24 ആണ് അല്ലേ. ആ 24 അതേപോലെ എഴുതി 24 പ്ലസ്. ഇനി ഈ 24നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 24 ഹരിക്കണം 4, 6 4 24 അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഹരണഫലം കിട്ടുന്നത് 6 ആണ്. ആ 6നെ ഇവിടെ എഴുതാം. ഓക്കെ. ഇനി നമ്മൾ നോക്കേണ്ടത് 2024 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണോ എന്ന് നോക്കുക. ലീപ്പ് ഇയർ എന്ന് പറയുന്നത് എന്താണ്? തന്നിട്ടുള്ള വർഷത്തിനെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന വർഷമാണെന്ത്? ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. ലീപ്പ് ഇയർ വർഷങ്ങളിൽ ഫെബ്രുവരി മാസത്തിൽ ഒരു ദിവസം കൂടി ആടാവും അല്ലേ. ഫെബ്രുവരിയിൽ 29 ദിവസം ഉള്ളതാണ് ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ 2024 ലീപ്പ് ഇയർ ആണ്. അതോടൊപ്പം തന്നെ നോക്കേണ്ടത് ലീപ്പ് ഇയർ മാസത്തിൽ ലീപ്പ് ഇയർ വർഷത്തിൽ ജനുവരി ഡേറ്റ് ആണോ തന്നിട്ടുള്ളത് നോക്കുക. അതെ അല്ലേ. ജനുവരി ഫെബ്രുവരി മാസത്തെ ജനുവരിത്തെ ഡേറ്റ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1 മൈനസ് ചെയ്യാം. അപ്പോൾ ലീപ്പ് ഇയർ മാസമാണോ നോക്കുക. ആ ലീപ്പ് ഇയർ മാസത്തിൽ ജനുവരിയും ഫെബ്രുവരി മാസത്തെ ഡേറ്റ് ആണ് തന്നതെങ്കിൽ 1 മൈനസ് ചെയ്യുക. മാർച്ച് ഏപ്രിൽ ഒന്നാണെങ്കിൽ മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 24ഉം 6ഉം 30, 36, 37, 37ഉം 20 എന്ന് പറയുന്നത് 57, 57ഉം 6ഉം 63, 63ൽ നിന്ന് 1 കുറച്ചാൽ 62, 62 എന്ന് കിട്ടി. ഇനി ഈ 62നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 56, 56. അപ്പോൾ ശിഷ്ടം എന്ന് പറയുന്നത് 6 കിട്ടി. ഈ ശിഷ്ടമാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക കേട്ടോ. ശിഷ്ടം എന്ന് പറയുന്നത് 6 റിമൈൻഡർ 6 ഈ 6നെ സൂചിപ്പിക്കുന്നത് ഫ്രൈഡേ, വെള്ളിയാഴ്ച. അപ്പോൾ വെള്ളിയാഴ്ചയാണ് 26/1/2024 അതായത് റിപ്പബ്ലിക് ദിനം വെള്ളിയാഴ്ചയായിരുന്നു. 2024 റിപ്പബ്ലിക് ദിനം ഏതാണ്? വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ ഈ റിമൈൻഡർ ആണ് നമ്മൾ നോക്കുന്നത്. റിമൈൻഡർ 1 കിട്ടുകയാണെങ്കിൽ ഞായറാഴ്ചയാണ്, 2 കിട്ടുകയാണെങ്കിൽ തിങ്കളാഴ്ച, 3 ചൊവ്വാഴ്ച. ആ രീതിയിലാണ് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. മന്ത് കോഡ് ഓർത്ത് വയ്ക്കണം, സെഞ്ചുറി കോഡ് ഓർത്ത് വയ്ക്കണം, അതേപോലെ തന്നെ റിമൈൻഡർ കിട്ടുന്ന ഏതോ കോഡ് എന്നുള്ളത് അത് ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇതൊന്നും കൂടി പറയാം. 26/1/2024 നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് 26 അതേപോലെ എടുത്തെഴുതി പ്ലസ് ഇട്ടു. അതിനുശേഷം നമുക്ക് ഡേറ്റിൽ തന്നിട്ടുള്ളത് മന്താണ്, മാസമാണ് അല്ലേ. ആ മാസത്തെ സൂചിപ്പിക്കുന്ന കോഡ് അത് ജനുവരി മാസം തന്നിട്ടുള്ളത് അത് 1 കോഡ്. അപ്പോൾ 1 എഴുതി പ്ലസ് ഇട്ടു. ഇനി 2024 സെഞ്ചുറി അല്ലെ, വർഷത്തെ സൂചിപ്പിക്കുന്ന 2000 to 2099 വർഷമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് 6 സെഞ്ചുറി കോഡ്, 6 എഴുതി. ഇനി ആ വർഷത്തിലെ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുത്ത് എഴുതുക 24.
ആ 2 ഡിജിറ്റ് 24-നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഹരണഫലം എടുത്ത് എഴുതുക. അപ്പോൾ 6. പിന്നെ മൈനസ് ഈ തന്നിട്ടുള്ള വർഷം എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണോ നോക്കുക. ലീപ്പ് ഇയർ ആണെങ്കിൽ ലീപ്പ് ഇയറിലെ ജനുവരി ഫെബ്രുവരി മാസത്തെ ഡേറ്റ് ആണ് തന്നതെങ്കിൽ 1 മൈനസ് ചെയ്യുക. അപ്പോൾ സീക്വൽ ടു, അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 62 എന്ന് കിട്ടും അല്ലേ. ഈ 62-നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ ശിഷ്ടം എത്രയാണ് കിട്ടും നോക്കുക. ശിഷ്ടം എന്ന് പറയുന്നത് 6 കിട്ടി അല്ലേ. ഈ 6-നെ സൂചിപ്പിക്കുന്നതാണ് ഫ്രൈഡേ. അപ്പം വെള്ളിയാഴ്ച ആണ് 26/1/2024 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. അടുത്ത പ്രോബ്ലം 10/4/1995 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ് 10 എടുത്ത് എഴുതി അല്ലേ. 10 പ്ലസ് ഇത് തന്നിട്ടുള്ളത് 4-ാം മാസം ഏപ്രിലാണ് തന്നിട്ടുള്ളത്. ഏപ്രിലിനെ സൂചിപ്പിക്കുന്നത് എന്താണ്? 0 ആണ് അല്ലേ. കോഡ് 0 പ്ലസ് ഇനി 1995 ആണ്. 1900 to 1999 വർഷമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സെഞ്ചുറി കോഡ് 0 ആണ്. 0 എഴുതി പ്ലസ് അടുത്തത് 1995-ലെ അവസാനത്തെ 2 ലെറ്റർ 95 എഴുതി. 95 എഴുതി. ഇനി ആ 95-നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 95-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 4 8 15 3 12 ശിഷ്ടം 3. അപ്പോൾ 23 എന്ന് കിട്ടി. അപ്പോൾ 23 പ്ലസ് 23 എഴുതി. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. 10ഉം 95 എന്ന് പറയുന്നത് 105, 105ഉം 120 128 അല്ലേ. 128 128 എന്ന ആൻസർ കിട്ടും. ഈ 128-നെ കിട്ടിയ ആൻസറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 7 7 ശിഷ്ടം 5 58 8 56 56 ശിഷ്ടം 2. അപ്പോൾ 2 ആണ് നമുക്ക് ശിഷ്ടം കിട്ടിയത്. റിമൈൻഡർ കിട്ടിയതാണ് 2 ആണ്. അപ്പോൾ 2-നെ സൂചിപ്പിക്കുന്ന ഏതാണ്? തിങ്കളാഴ്ച. 10/4/1995 എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് കേട്ടോ. റിമൈൻഡർ 2 ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ തന്നിട്ടുള്ള 15/8/2024 ഏത് ദിവസമാണെന്നുള്ളത് ഇതേപോലെ കണ്ടുപിടിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ട്രിക്സും അതേപോലത്തെ കറണ്ട് അഫേഴ്സും ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.